അവസാനം നടന്ന വാദഗതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായി വരുന്നത് ഏറ്റവും ഉയർന്ന ശിക്ഷ നിലവിൽ ലഭിക്കാൻ പോകുന്നത് പൾസർ സുനിക്ക് തന്നെയാണ്. പിന്നീട് മണികണ്ഠൻ ആണ് 2 തവണ ഈ കുറ്റകൃത്യങ്ങളുടെ, അതായത് പൾസർ സുനിയുടെ വാഹനം ഈ യുവതിയുടെ വാഹനത്തിൽ ഇടിപ്പിക്കുന്നു. അതിനുശേഷം വാഹനത്തിലേക്ക് പ്രവേശിച്ചതിൽ ഒരാൾ മണികണ്ഠനായിരുന്നു, ഒപ്പം വിജീഷ് ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ പെൺകുട്ടിയെ കീഴ്പ്പെടുത്തുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായി 2 പേർ ഉണ്ടായിരുന്നതിൽ ഒരാൾ മണികണ്ഠനാണ്. ഏറ്റവും ഒടുവിൽ ഈ കുറ്റകൃത്യം പൂർത്തിയാക്കുന്ന ഘട്ടം അവിടെയും പൾസർ സുനിക്കൊപ്പം ഉണ്ടായിരുന്നത് മണികണ്ഠനാണ്. അങ്ങനെയെങ്കിൽ സൂചനകൾ പ്രകാരം തീർച്ചയായും പൾസർ സുനിക്ക് ആയിരിക്കും ഈ കേസിലെ വിധി വരുമ്പോൾ ഏറ്റവും ഉയർന്ന ശിക്ഷ ലഭിക്കാൻ പോകുന്നത്. രണ്ടാമത് മണികണ്ഠനാണ് സാധ്യത കാണുന്നത്. മൂന്നാമത് വിജീഷിനാണ്. വിജീഷും ഇത്തരത്തിൽ വാഹനം ഇടിപ്പിച്ച് ബലം പ്രയോഗിച്ച് ഈ യുവതിയെ കീഴ്പ്പെടുത്തുന്നതിൽ ഭാഗമായിട്ടുള്ള ആളാണ്. ഒരു പക്ഷേ, അതായത് ടോം, നമുക്ക് ഈ വാദത്തിന്റെ അന്തിമഘട്ടത്തിൽ മനസ്സിലാകുന്നത് പ്രദീപും വടിവാൾ സലീമും ഇവരെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം അത് നമുക്ക് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ പറയുന്നതിൽ ചില തെറ്റുകളോ പിശകുകളോ ഉണ്ടാകാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് ആവർത്തിച്ച് പറയുന്നു, ഇത് അടച്ചിട്ട കോടതി മുറിയിൽ നടന്ന വാദങ്ങൾ ആണ്. അനാവശ്യ അവകാശവാദങ്ങൾക്ക് ഞങ്ങൾ ഇല്ല. കോടതിയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. അപ്പോഴും ഈ കേസ് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ വടിവാൾ സലീം എന്നത് വാഹനത്തിലേക്ക് പ്രവേശിച്ചത് ഈ സ്ത്രീയെ കീഴ്പ്പെടുത്തിയോ മണികണ്ഠനും അതോടൊപ്പം തന്നെ വിജീഷും എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. പ്രദീപും അതിനുവേണ്ടിയാണ് വാഹനത്തിൽ കയറിയത്. പിന്നീട് ഇവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന സാഹചര്യവുമാണ് ഉണ്ടായത്. അപ്പോൾ പെൺകുട്ടിയെ ബലാത്കാരമായി കീഴടക്കിയതിൽ ഈ പ്രദീപിനും സലീമിനും പങ്കുണ്ടോ എന്നതിൽ നമുക്ക് വ്യക്തതയില്ല. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ പ്രദീപിനും സലീമിനും മറ്റു പ്രതികളെ അപേക്ഷിച്ച് കുറഞ്ഞ ശിക്ഷയിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട്. പൾസർ സുനിക്ക് എന്തായാലും വലിയ ശിക്ഷ തന്നെയാണ് ലഭിക്കാൻ സാധ്യത. അതോടൊപ്പം തന്നെ മണികണ്ഠനും വിജീഷിനും. പിന്നീട് അറിയേണ്ടത് ഇനി മാർട്ടിന്റെ പങ്കാണ്. മാർട്ടിനായിരുന്നു പെൺകുട്ടി സഞ്ചരിച്ചിരുന്ന, അതായത് ഈ യുവതി നടി സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്നത്. ആ വാഹനത്തിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ അതിന്റെ വേഗത, ഏത് മേഖലകളിലൂടെ കടന്നു പോകുന്നു, ഏതിടത്ത് എത്ര മണിക്കെത്തും എന്നതിന്റെ സൂചനകൾ എല്ലാം പൾസർ സുനിയെ കൃത്യമായി അറിയിച്ചിരുന്നു എന്നുള്ളതാണ് മാർട്ടിനെതിരായ ആരോപണം. പക്ഷേ മാർട്ടിൻ കേസിലെ 2ാം പ്രതിയാണ്. അതായത് 1ാം പ്രതിയായ പൾസർ സുനി കഴിഞ്ഞാൽ 3ാം പ്രതിയായുള്ള മണികണ്ഠന് കൂടുതൽ ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ 2ാം പ്രതിയായ മാർട്ടിനേക്കാൾ കൂടുതൽ. അങ്ങനെയല്ലേ സാഹചര്യം ടോം? തീർച്ചയായും. കാരണം ഈ കേസ്, അതായത് നമ്മൾ അഭിലാഷ്, രാജ്യം കണ്ട ഏറ്റവും വലിയ നടുക്കുന്ന കൂട്ടബലാത്സംഗം എന്ന് ചോദിച്ചാൽ ഈ സമീപകാലത്ത് നിർഭയ കേസായിരുന്നു. ഇന്ന് ആ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്നത്തെ ഈ വാദത്തിനിടെ പ്രോസിക്യൂഷൻ, അതായത് ഈ പ്രതിഭാഗം കോടതിയോട് ചോദിച്ചത് ഇത് നിർഭയ കേസ് പോലെ ഇത് കാണരുത് എന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിക്കുകയുമുണ്ടായി. അതായത് നിർഭയ കേസിൽ ഒരു വാഹനത്തിൽ വെച്ചുള്ള കൂട്ടബലാത്സംഗമാണ്. സമാനമായ രീതിയിൽ തന്നെ കേരളത്തെ നടുക്കിയ, രാജ്യത്തെ നടുക്കിയ ഒരു കൂട്ടബലാത്സംഗം, വാഹനത്തിനകത്ത് വെച്ച് ഒരു നിരാലംബയായ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നു, പിന്നീട് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നു. അതായത് നിർഭയ കേസിന് സമാനമായ രീതിയിൽ തന്നെയുള്ളൊരു കുറ്റകൃത്യം. അതുകൊണ്ട് തന്നെയാണ് പ്രതിഭാഗവും ആശങ്കപ്പെടുന്നുണ്ട് പരമാവധി ശിക്ഷ എന്ന് പറയുമ്പോൾ, അതായത് ഇനി ജീവിതത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ജീവപര്യന്തം, അതായത് ജീവിതാവസാനം വരെയുള്ള തടവ് ശിക്ഷ എന്ന രീതിയിൽ ഉള്ള ജീവപര്യന്തം വിധിക്കുമോ എന്നതാണ് അറിയേണ്ടത്. അവിടെ മറ്റു പ്രതികളുടെ കാര്യത്തിൽ, അതായത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചു, കേസിലെ 5ഉം 6ഉം പ്രതികളായിട്ടുള്ള വടിവാൾ സലീം, അതോടൊപ്പം പ്രദീപ്, ഈ 2 പേർക്കും ഈ കേസിൽ എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതൊരു പക്ഷേ ഈ തുടക്കത്തിൽ തന്നെ, അതായത് എല്ലാ പ്രതികൾക്കെതിരെയും സമാനമായ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായും ഓരോ പ്രതികളും എന്തൊക്കെ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തു, ഏതൊക്കെ രീതിയിലാണ് ഇവർ എന്തൊക്കെയാണ് വാദഗതികൾ ഉന്നയിച്ചത്, അതായത് സലീമും പ്രദീപും എത്രത്തോളം ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട്, അവരെ എന്തൊക്കെയാണ് ഏൽപ്പിച്ചിരുന്നത്, അവർക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നോ, ഇങ്ങനെയൊരു കൊടും ക്രൂരതയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവർ കൃത്യമായി അറിഞ്ഞിരുന്നോ എന്നതൊക്കെയാണ് ഇനിയും ഉയരുന്ന സംശയം. അവിടെ ഇതാ ടോം, നമുക്ക് ഇതിനു മുമ്പ് ഇവർ അനുഭവിച്ച ശിക്ഷയുണ്ടല്ലോ, അതായത് വിചാരണയുടെ ഭാഗമായി തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് അവിടെ പ്രദീപ് 3 വർഷവും 3 മാസവും 28 ദിവസവും ഇതിനോടകം തന്നെ ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വടിവാൾ സലീം എന്ന VP സലീം, സലീം 1 വർഷവും 11 മാസവും 12 ദിവസവും ആണ് ജയിൽവാസം അനുഭവിച്ചത്. അതിനുശേഷം അവർക്ക് ജാമ്യം ലഭിക്കുന്നു. ഒരുപക്ഷെ ഈ വാദമുഖങ്ങൾ തന്നെയായിരിക്കുമല്ലോ ഇവർക്ക് ജാമ്യത്തിന് വേണ്ടി ഉന്നയിക്കപ്പെട്ടതും. മറ്റു പ്രതികൾ ആണ് ഗൗരവമായ തരത്തിൽ തന്നെ കുറ്റകൃത്യം ചെയ്തത്. അതിൽ ആവർത്തിച്ച് പറയുന്നു, പൾസർ സുനി 7 വർഷങ്ങൾക്ക് ശേഷം ആണ്
പുറം ലോകം കണ്ടത് എന്നുള്ളതാണ്. അതാകട്ടെ പലതവണ കോടതിയെ സമീപിച്ചുകൊണ്ട്, സുപ്രീം കോടതിയെ അടക്കം സമീപിച്ചുകൊണ്ട് ആ ചോദ്യമാണ് ഇപ്പോഴും പ്രസക്തമായി ഉയരുന്നത്. എവിടെ നിന്നാണ് പൾസർ സുനിയെ പോലെയുള്ള ഒരു ക്രിമിനലിന് സുപ്രീം കോടതിയിൽ പോയി ജാമ്യം തേടാൻ പറ്റുന്ന സാമ്പത്തിക സ്രോതസ് ഉണ്ടാകുന്നത്? 19ാമത്തെ വയസ്സിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കേസിൽ ഭാഗമായിട്ടുള്ള പൾസർ സുനി, മോഷണ കേസിൽ ഭാഗമായിട്ടുള്ള പൾസർ സുനി, ലഹരി കടത്തിൽ ഭാഗമായിട്ടുള്ള പൾസർ സുനി, അങ്ങനെ ഒരു പൾസർ സുനിക്ക് എങ്ങനെ സിനിമാ ലോകവുമായി ഇത്ര അടുത്ത ബന്ധമുണ്ടാകുന്നു? ആരാണ് ഈ പണം പൾസർ സുനിക്ക് പമ്പ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള നിരവധിയായ ചോദ്യങ്ങൾ ഉണ്ട്. അതിനുകൂടി ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മുടെ നിയമ സംവിധാനങ്ങളുടെയും പോലീസ് സംവിധാനങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. തീർച്ചയായും മാർട്ടിൻ ആന്റണി കേസിലെ 2ാമത്തെ പ്രതിയാണ്. 5 വർഷവും 21 ദിവസവും ആണ് മാർട്ടിൻ ഇതുവരെ ജയിലിൽ കിടന്നിട്ടുള്ളത് എന്നതാണ് നമ്മൾ സൂചിപ്പിക്കുന്ന മണികണ്ഠൻ. അതായത് IT ആക്ട് പ്രകാരം ഇപ്പോൾ മണികണ്ഠനെതിരെ വകുപ്പുകൾ വരുമ്പോൾ മണികണ്ഠൻ ഇതുവരെ 4 വർഷവും 8 മാസവും 27 ദിവസവും ശിക്ഷ ശിക്ഷ എന്ന് പറയാൻ സാധിക്കില്ല, വിചാരണ തടവുകാരനായി ജയിലിൽ കിടന്നു എന്നുള്ളതാണ്. ഈ കാലഘട്ടം ശിക്ഷാവിധിയിൽ നിന്ന് കുറയ്ക്കുമോ?